ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമവും ഇസ്കോൺ നിരോധനവുമെല്ലാം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇസ്കോൺ നിരോധിച്ചാൽ ജമാവത്ത് ഇസ്ലാം ഇല്ലാതാക്കാൻ തുടങ്ങിയ അമിത്ഷാ വാദങ്ങൾ ഇതിനോടകം ശ്രദ്ധ നേടിയിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? എന്താണ് ഈ പറയുന്ന ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന? ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാമാണ്. ഏവർക്കും ടോക്ക് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്കോണിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ്. വളരെയധികം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തന്നെയാണ് ഇസ്കോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ മതമൗലിക സംഘടന എന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കാൻ നിൽക്കുന്ന ഒന്നാണ് ഈ ഇസ്കോൺ. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇസ്കോൺ തലപ്പത്തിരിക്കുന്ന ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ അതിന്റെ യുവ നേതാവായിട്ടുള്ള ശ്യാംദാസും അറസ്റ്റിലായി. ഈ ഒരു അറസ്റ്റ് കാരണം ഇപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ലൊരു ഉരസൽ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതീവ മോശ അവസ്ഥയിലാണ് അവിടെ കടന്നു പോകുന്നത്. നമ്മൾ ഒരു പക്ഷേ ഈ ന്യൂസിൽ കാണുന്ന അവസ്ഥയല്ല അവിടെ ഉള്ളത്. കാരണം അതീവ ഗുരുതര അവസ്ഥയിൽ കൂടിയാണ് അവിടെയുള്ള ഹിന്ദു ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7.6%, അതായത് ഹിന്ദു മൈനോറിറ്റിയാണ് അവിടെ ഉള്ളത്. ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളും മറ്റും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിന്റെ ഭാഗമായാണ് ഇപ്പൊ ഇസ്കോൺ എന്ന സംഘടനയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതും ഇസ്കോൺ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതുമെല്ലാം. ഇപ്പൊ സ്ത്രീകളെ എല്ലാം അതിക്രൂരമായാണ് അവിടെ ഉപദ്രവിക്കുന്നത്, ഹിന്ദു സ്ത്രീകളെ. ഒന്ന് ഓർക്കണം, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്ന ആക്രമണമാണിത്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ ഏവർക്കും അറിയാം. ബംഗ്ലാദേശിൽ നമുക്ക് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വീടും ഓഫീസും കയറി ആക്രമിച്ചപ്പോൾ അവിടെ നടന്നിട്ടുള്ള വിവരമില്ലായ്മ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും അധപ്പതനം സംഭവിച്ച ഒരു രാജ്യത്തെ ജനങ്ങളുടെ പെരുമാറ്റവും രീതിയും സംസ്കാരവും എല്ലാം അത്രത്തോളം മോശമാകും. അതുകൊണ്ട് തന്നെ ഒരു വർഗീയ ലഹള അവിടെ ഉണ്ടാകുമ്പോൾ അതിക്രൂരമായ പെരുമാറ്റമാണ് അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിലുള്ളത്. അവിടെ പോലീസിന് യാതൊരു റോളും ഇല്ലാതായി. ഇപ്പൊ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം ഗ്രൂപ്പുകൾ പൂർണ്ണമായും അവിടെ ഭരണം ഏറ്റെടുത്ത സ്ഥിതിയിലാണ് കാണുന്നത്. ഇനി ഇസ്കോൺ എന്ന സംഘടനയിലേക്ക് വരികയാണെങ്കിൽ, ഈ ബംഗ്ലാദേശ് പട്ടിണിയായ സമയങ്ങളിൽ ഒരു കൈത്താങ്ങായി നിന്നൊരു സംഘടനയാണ് ഈ പറയുന്ന ഇസ്കോൺ. ഇസ്കോണിന്റെ തലവനാണ് ഈ ചിന്മയ കൃഷ്ണദാസ്. ഇദ്ദേഹം ആരാണെന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം ഞാൻ. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ വൈഷ്ണവ ദേവാലയമായ പുണ്ടരിക് ധാമിന്റെ തലവനാണ് ഈ പറയുന്ന ചിന്മയ കൃഷ്ണദാസ്. ബംഗ്ലാദേശിലെ സോമിലിറ്റോ സനാതൻ ജാഗ്രൻ ജോട്ടിന്റെ വക്താവ് കൂടിയാണ് ഇദ്ദേഹം. ഈ ഒരു സംഘടന ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടന കൂടിയാണ്. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ്. ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സംഘടനയാണ് ഇത്. അതായത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അതിന്റെ ബംഗ്ലാദേശിൽ നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് ഈ ചിന്മയ കൃഷ്ണദാസ്. ഈ ഇസ്കോണിന്റെ രൂപീകരണം എന്ന് പറയുന്നത് 1966 ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇതിന് വലിയ രീതിയിൽ അണികളുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. ബംഗ്ലാദേശിൽ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മായാപുരിയിലാണ്. 50-ലധികം രാജ്യങ്ങളിൽ സജീവമായ സാന്നിധ്യമുള്ള ഒരു പ്രസ്ഥാനമാണിത്. 10 ലക്ഷത്തിന് മുകളിൽ അംഗങ്ങളുള്ള ഒരു സംഘടനയാണിത്. ഇവിടെ ബംഗ്ലാദേശ് ചിന്മയ കൃഷ്ണദാസിനെതിരെ ആരോപിക്കുന്ന അല്ലെങ്കിൽ ചുമത്തിയിട്ടുള്ള കുറ്റം രാജ്യദ്രോഹ കുറ്റമാണ്. അതും ദേശീയ പതാകയെ അപമാനിച്ചു എന്ന നിലയിലാണ് ചിന്മയ്ക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ വൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അതിനു മുൻപ് തന്നെ അവിടെ വർഗീയ കലാപം അഴിഞ്ഞാടിയിരുന്നു. ഇവിടെ നമുക്കറിയാം 1964 ഇന്ത്യയാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. അതിനുശേഷം ബംഗ്ലാദേശ് ഗവൺമെന്റ് ഒരു ആക്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട്, എനിമി പ്രൊവിഷൻ ആക്ട്. അന്ന് അവിടെ ഒറ്റപ്പെട്ടു നിന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നും ബംഗ്ലാദേശ് സർക്കാർ ഭൂമി കയ്യേറി. 53% സ്ഥലമാണ് അന്ന് കയ്യേറിയത്. അന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് നിശബ്ദത പാലിക്കേണ്ടി വന്നു. കാരണം ബംഗ്ലാദേശ് വേറൊരു രാജ്യമായല്ലോ. അപ്പൊ അവിടെ നടക്കുന്ന പ്രശ്നത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് തലയിട്ടില്ല എന്നതാണ് സാരം. പക്ഷേ
ബംഗ്ലാദേശ് ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും കയ്യേറിയ ആ ഭൂമി അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നൽകി. അതിനുശേഷം അവിടെയുള്ള ഹിന്ദു പോപ്പുലേഷൻ വലിയ രീതിയിലാണ് അധപതനം സംഭവിച്ചത്. അതായത് വലിയ രീതിയിൽ റെഡ്യൂസ് ആയി. അതുകൊണ്ട് തന്നെ അവിടെ പണ്ട് മുതലേ ഈ മുസ്ലിം ഹിന്ദു കോൺഫ്ലിക്റ്റ് നടക്കാറുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും മതഭീകരവാദികളാണ് അവിടെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഹിന്ദുക്കളെ തടവിലാക്കി അവർ നിൽക്കുന്ന പ്രോപ്പർട്ടി അവരെ ഭീഷണിപ്പെടുത്തി മതഭീകരവാദികളുടെ പേരിലാക്കുകയും ഹിന്ദുക്കളെ നാടുകടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. വളരെ ഭീകരമായ സിറ്റുവേഷൻസ് ആണ് ധാക്കയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ളത്. പൂർണ്ണമായിട്ടും ലോ ആൻഡ് ഓർഡർ കൊളാപ്സ് ആയ ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അധികാരികൾ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരു ലാൻഡ്, മതഭീകരർ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലം. ഇവിടെ ഇന്ത്യ ഇടപെടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഇടപെട്ടില്ലെങ്കിൽ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്നും വാനിഷ് ആയി പോകും. ഇപ്പം അമിത്ഷാ ഇവിടെ ഇരുന്ന് ഇന്ത്യയിൽ ഇരുന്ന് ഇസ്കോൺ നിരോധിച്ചാൽ കളി മാറുമെന്ന് പറയുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഇസ്കോൺ നിരോധിച്ചാൽ ഇന്ത്യൻ മുസ്ലിമിനോടല്ല വൈരാഗ്യം തോന്നേണ്ടത്, ബംഗ്ലാദേശിലെ ഇപ്പോഴുള്ള സ്ഥിതി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഇടപെടേണ്ടത് ആവശ്യമാണെങ്കിൽ ഇന്ത്യ ഇടപെടണം. അല്ലാതെ 1965 നിശബ്ദത പാലിച്ചതുപോലെ നിന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അമ്പലങ്ങൾ ഇല്ലാതാകുന്നു. ഹിന്ദു സഹോദരന്മാരുടെ ജോലി രാജിവെപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഹിന്ദു സ്ത്രീകളെ വലിയ തോതിൽ ഉപദ്രവിക്കുന്നു. അങ്ങനെ വളരെ മോശ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ഹിന്ദു വംശഹത്യയാണ് സംഭവിക്കുന്നത്. ഹിന്ദു മൈനോറിറ്റിക്ക് അവിടെ സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയില്ല. അതിന് വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇസ്കോൺ അവിടെ നിരോധിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എല്ലാം ഇതുകൊണ്ടാണ്. അല്ലാതെ ഉചിതമായ ഒരു കാരണം അതിന് പിന്നിലില്ല. മറ്റുള്ളവരെ സഹായിക്കുക എന്ന ധർമ്മം ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ ബംഗ്ലാദേശിലെ വിഘടനവാദികൾക്ക് മാത്രമേ കഴിയൂ. ലോകം മൊത്തത്തിൽ മാറ്റാൻ സാധിക്കില്ലല്ലോ ഇതൊന്നും. ഇപ്പോഴും ഓരോ സന്യാസിമാരെയും ബംഗ്ലാദേശിൽ അവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്കോണിന്റെ ഓരോ സന്യാസികളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഇതിൽ ഇടപെടണം. വംശഹത്യ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യണം.